ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നാല് സിനിമകളുടെ അപ്ഡേറ്റ് മാത്രമാണ് പറയാനുള്ളത്. ഒന്ന് നമ്മുടെ സ്വന്തം ലൂച്ചിഫർ, അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള എമ്പുരാൻ ലൂസിഫർ കേട്ടോ. രണ്ട് നമ്മുടെ സ്വന്തം ആസിഫ് ക നായകനായിട്ട് വരുന്ന ഒരു പുതിയ ചിത്രത്തിനെ കുറിച്ച്, ആൻഡ് മാർക്കോ 2 സെക്കൻഡ് പാർട്ട്. പിന്നെ നമ്മുടെ ദാവീദിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ദാവീദിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നുള്ള ഒരു പോസ്റ്ററാണ് ഇത്. കേരളത്തിലൊരു പയ്യനെ ഇടിക്കാൻ കാശ് ഞാൻ വീശും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അജു വർഗീസ് സാം പുത്തേക്കാടൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ദാവീദ് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പെപ്പയുടെ മുട്ടൻ ഇടിയാണ്. പിന്നെ ഇതൊരു മറ്റ് ഇതുവരെ വന്നിട്ടുള്ള സിനിമകൾ പോലെയല്ല, കംപ്ലീറ്റ് ഒരു എന്താ പറയാ, ഇത്തരത്തിലുള്ള ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടൊരു സിനിമ. അത് മലയാളത്തിൽ ആദ്യം നിന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. അതല്ലാതെ നമ്മുടെ ആലപ്പുഴ ചിങ്കാനയാണ് അതുണ്ട്. എന്തായാലും ദാവീദ് വൻ പ്രതീക്ഷയാണ്. അതിന്റെ ഏറ്റവും വലിയ കാരണം വീണ്ടും പറയുന്നു, എന്നെ സംബന്ധിച്ച് അത് ആന്റണി വർഗീസ് പെപ്പെ എന്ന് പറയുന്ന നടൻ തന്നെയാണ്. ഇടിന്റെ കാര്യത്തിൽ പുള്ളിനെ കവച്ചു വെക്കാൻ മറ്റൊരു നടൻ ഇപ്പൊ തൽക്കാലം ഇല്ല മലയാളത്തിൽ. അതായത് പഞ്ചാണ് ഉദ്ദേശിച്ചത്. നമ്മള് ഡോൺലിയുടെ പഞ്ച് പറയില്ലേ, അതുപോലെ മലയാളത്തിന്റെ ഡോൺലിയാണ് ഇങ്ങനെ പഞ്ചിന്റെ കാര്യത്തിൽ. അടുത്തത് മാർക്കോ 2ന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കോ 2 വരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിമുഖത്തിൽ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ പ്രൊഡ്യൂസർ അല്ല ഷെരീഫ് മുഹമ്മദ്, പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരന്റെ വായന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യും എന്നുള്ളത്. ഇതല്ലാതെ ഇതിലെനിക്ക് ഇത് ഇപ്പൊ പറയുന്നതിൽ കൺഫർമേഷൻ ഇല്ല. പക്ഷെ ഞാനൊരു പോസ്റ്റർ കണ്ടതാണ്, ഒരു ട്രോൾ പോസ്റ്റർ ആയിരുന്നു കണ്ടിരുന്നത്. അതില് ഉണ്ണിമുഖൻ പറഞ്ഞത്ര ഇതിന്റെ സെക്കൻഡ് വരും, തേർഡ് വരും, ഫോർത്ത് വരെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതുകൊണ്ട് ഉണ്ണിമുഖന്റെ പോലേക്ക് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയാണ്, സെക്കൻഡ് പാർട്ട് ഓക്കെ, തേർഡും ഫോർത്തൊക്കെ ഓവർ കോൺഫിഡൻസ് ആവില്ലേ മോനുസെ എന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അങ്ങനെ വരുന്നത് നല്ലതല്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. വില കൊടുക്കേണ്ടത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ എന്തോ പറയുന്നു, നിങ്ങൾ എന്തോ കേൾക്കും. ഓക്കെ, അടുത്തത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ സെക്കൻഡ് പാർട്ട് നടക്കും എന്ന് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് പാർട്ടിലെ വില്ലൻ ആരായിരിക്കും? രണ്ട് പോസ്റ്ററുകളുണ്ട്. ഒന്ന് കുറച്ച് മുമ്പ് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ, ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു സാധനമാണ് ഇത്. ഉണ്ണിമുകുന്ദനും പിന്നെ കൂടെ നിൽക്കുന്ന ആളെ എനിക്കറിയില്ല, നടുവിൽ നമ്മുടെ വിക്രം, സംതിങ് ഫിഷി. അതല്ലാതെ വേറൊന്നുള്ളത് നമ്മുടെ ഇതിന്റെ സംവിധായകൻ ഷെരീഫ് മുഹമ്മദ് ആയിട്ടുള്ള ഒരു പരിപാടി, മാർക്കോ 2 വില്ലൻ വിക്രം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കോ 2 വില്ലൻ വിക്രം തന്നെ, രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന അതേ ഡ്രസ്സ് തന്നെയാണോ ഇത്? അതെ, രണ്ടും ഒരേ ഡ്രസ്സ് തന്നെയാണ് മക്കളെ. അത് വേറെന്തോ പരിപാടിക്ക് വന്നാണെന്നും അറിയില്ല. എന്തായാലും അങ്ങനെ പറഞ്ഞിട്ടൊരു സാധനം. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് മാർക്കോ 2 വില്ലൻ വിക്രം തന്നെ എന്നൊരു ചോദിച്ചിട്ടുണ്ട്. മാർക്കോ പ്രൊഡ്യൂസറും വിക്രമും തമ്മിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മാർക്കോ 2വിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രം വൈറലാകുന്നത്. എന്തായാലും മാർക്കോ 2വിനായി ആളുകൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഓഫ്കോഴ്സ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. പക്ഷെ വിക്രമാണെന്ന രീതിയിൽ ഒഫീഷ്യലി മറ്റു കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, റൂമർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടി വരും. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, വൻ പോക്കായിരിക്കും പോവാം. 1 വെച്ച് നോക്കുകയാണെങ്കിൽ 2 അതുക്കും മേലെ ചെയ്യാനും ഇത്തരത്തിലൊരു വില്ലനെ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളതും നമ്മളങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി പറയാനുള്ളത്, ആസിഫ് കയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും മറ്റു സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സർക്കീട്ട്, അതാണ് ചിത്രത്തിന്റെ പേര്. സർക്കീട്ട് എന്ന് പറയുമ്പോൾ ഇതിന് താഴെ തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, പഠിപ്പും കാര്യങ്ങളൊന്നും അല്ല വേണ്ടത്, അതിന് സർക്കീട്ട് തന്നെ പോകണം എന്ന് പറയും പണ്ടത്തെ ആൾക്കാർ. അങ്ങനെ കമന്റ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കും അത് തന്നെയാണ് ആദ്യത് പേര് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. കാരണം സർക്കീട്ട് എന്ന് പറയുന്ന ആ വാക്ക് കുറെ കാലങ്ങളായിട്ട്, സ്പെഷ്യലി നമ്മൾ മലപ്പുറക്കാർ ഏറ്റവും കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് സർക്കീട്ട് പോവോ എന്നുള്ളത്. പണ്ട് കാലത്തൊക്കെ എപ്പോഴും കേൾക്കുന്നു, ഓന്റെ വാപ്പ സർക്കീട്ട് പോയതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അതുപോലെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ സർക്കീട്ട് എന്ന് പറയുമ്പോൾ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ആസിഫ് ഖാന്റെ പുറത്തായിട്ട് ഒരു ചെക്കൻ, ആ പയ്യനെ നോക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു പയ്യൻ, രണ്ടുപേരും പറക്കാണ് സുഹൃത്തുക്കളെ, പറക്കാണ്. ആ രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും പോസ്റ്റർ കൊള്ളാം. എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസിഫ് അലി സർക്കീട്ട് ദ ജേർണി ബിഗിൻസ് ഹിയർ, ആൻ ഇമോഷണൽ ടെയിൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ആൻഡ് ഹാർട്ട്ഫെൽറ്റ് ബോണ്ട്സ്. Get ready to experience in cinemas April 2025. ഏപ്രിൽ 2025 പടം വരും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 2 മാസം കൂടെ ഉള്ളൂ, 2.5 മാസം കൂടെ ഉള്ളൂ. അപ്പൊ ആ പടം വരും. എന്തായാലും പ്രതീക്ഷ ഉണ്ട്, അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ആസിഫ് ക ഇപ്പോ തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിക്കാരൻ എന്തായാലും
അഴിഞ്ഞാടാനുള്ള തരത്തിലുള്ള ക്യാരക്ടറാണ് പുള്ളി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിൽ വൻ പ്രതീക്ഷയാണുള്ളത്. അടുത്തത് നമുക്ക് നേരെ ലൂസിഫറിലേക്ക് പോകാം. ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ വന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് ഇട്ട ഒരു സ്റ്റോറി. അത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് ലാലേട്ടൻ ഫാൻസിന്റെ എടുത്തും അതല്ലാതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളും സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫോട്ടോ. അതായത് എമ്പുരാന്റെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോട്ടോ വന്നിട്ടുള്ളത്. പൃഥ്വിരാജ്, മോഹൻലാൽ, ബാക്കി രണ്ടുപേരും അറിയില്ല, രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ 4 പേര് നിൽക്കുന്ന ഒരു സാധനം. എന്തായാലും എമ്പുരാൻ വൻ പ്രതീക്ഷയാണ് കേട്ടോ. എന്തായാലും ഹോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിന് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ലൂസിഫറിനേക്കാൾ ഏറെ വിശ്വസ്തമായിരിക്കും, വ്യത്യസ്തമായിരിക്കും, എന്തോ ലൂസിഫറിനേക്കാൾ ഏറെ വ്യത്യസ്തമായിരിക്കും എമ്പുരാൻ. രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ആക്ഷൻ, ഡ്രാമ തുടങ്ങിയ ഒരു കൊമേഴ്ഷ്യൽ ചിത്രത്തിന് വേണ്ടതെല്ലാം എമ്പുരാനിൽ ഉണ്ട് എന്ന് മോഹൻലാൽ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ലൂസിഫറും ആക്ച്വലി ഒരു കൊമേഴ്ഷ്യൽ ചിത്രം തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡ്രാമയും ആക്ഷനും കാര്യങ്ങളൊക്കെ അതിലും ഉണ്ടായിരുന്നു. ഇത് തമ്മിലുള്ള ഒരു സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ബാക്കിയും കൂടെ വായിക്കാം. കൂടാതെ സിനിമയുടെ എഡിറ്റിംഗ് പുരോഗമിക്കുകയാണ് എന്നും ഹോളിവുഡ് റിപ്പോർട്ടർ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞു. അപ്പോൾ പടം വരാൻ കുറച്ച് സമയമുള്ളൂ. മാർച്ച് 27 പടം ഇങ്ങോട്ട് വരും. എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി ഇതിന്റെ എഡിറ്റ് ചെയ്യാത്ത ജസ്റ്റ് എടുത്തിട്ടുള്ള റോ ഫുട്ടേജ് നമ്മുടെ ദീപക് ദേവിന് അയച്ചു കൊടുത്തപ്പോൾ ദീപക് ദേവ് അത് കണ്ടിട്ട് ഇത് റോ ഫുട്ടേജ് ഒന്നും മനസ്സിലായില്ല, ഇത് ഫൈനൽ ഫുട്ടേജ് ആണ്, തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അത്ര രീതിയിലൊക്കെയാണ് ഇതിന്റെ ഒരു ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ. അപ്പോ എന്തായിരിക്കും എഡിറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു വിഷ്വൽ, അതിന്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളൊരു വല്ലാത്തൊരു തോന്നലുണ്ട്. ആൻഡ് എപ്പോഴും ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഡോൺലി സിനിമയിൽ ഉണ്ടോ എന്നുള്ളതാണ്. എസ്പെഷ്യലി എന്റർടൈൻമെന്റ് കീഴിലൊക്കെ പുള്ളി അവരത് പറയും. ഞാൻ ആ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഡോൺലി ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ